കണ്ടോ ചപ്പാത്തി, അടിപൊളി ചപ്പാത്തി, നല്ല കാണാനുണ്ടോ? കണ്ടോ? അതെ റെഡി ആക്കണ്ടേ. കണ്ടിമങ്കപ്പായത്തിൽ നിന്നെ ഞാൻ കണ്ടിപ്പോൾ മാപ്പഴമാകെട്ടിനി എന്റെ പൊന്നാരേ, മാപ്പഴമാകെട്ടിനി. ഹലോ ഗൈസ്, ജാസ്തി മഴ പെയ്തിണ്ട്. എങ്ങനെ പണിയെടുക്ക? മുതലാളി ചൂടാക്കിണ്ട് നമ്മളുടെ പണിയെടുക്കണം മുബറക് അങ്ങനെ പറയുന്നുണ്ട്. എങ്ങനെ പണിയെടുക്കാൻ നിങ്ങൾ പരിയോഗാക്കി കണ്ടോ? എത്ര മഴ, ഒരുപാട് മഴ പെയ്തിട്ട് ഒക്കെ റോഡ് നാസാ കുസായി കണ്ടോ ഈ സൈഡില്. ഹായ് ഹലോ അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ ഇന്നൊരു വെറൈറ്റി വീഡിയോ ആണ് കേട്ടോ. നമ്മളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. എന്നാലും ഇപ്പോൾ നമ്മളൊരു ഹിന്ദി ബ്ലോഗർ ഉണ്ട്. എന്നാൽ നമ്മൾ ഹിന്ദിക്കാരനാണെന്ന് പോലും തോന്നാത്ത രീതിയിൽ അടിപൊളിയായിട്ട് മലയാളം സംസാരിക്കുന്ന ഒരു ഹിന്ദി ബ്ലോഗർ ഉണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, മുബാറക് ഭായ്. അപ്പോൾ അവർ ഒരു ചെറിയൊരു ഇൻ്റർവ്യൂവിൻ്റെ പോർഷനും അതുപോലെ തന്നെ ഒരു ഇത്ര വൈറലായിട്ടുള്ളൊരു വീഡിയോ ഉണ്ട്. അത് കണ്ടോക്കാം. ബാക്കി ജീവിതം കേരളത്തിൽ തന്നെ എത്തും. മരിച്ചു പോയില്ലേ അവിടെ മരിച്ചു പോകും. ഇത് എവിടെ നിന്ന് കിട്ടി? ജാസ്തി ഈ ഇന്റർവ്യൂല് വരുന്ന ജാസ്തി സന്തോഷമായി. ഭക്ഷണമൊക്കെ എങ്ങനെയാ? ഫുഡ് ഓ അടിപൊളി. കണ്ടിമങ്കപ്പായത്തിൽ നിന്നെ ഞാൻ കണ്ടിപ്പോൾ മാപ്പഴമാകെട്ടിനി എന്റെ പൊന്നാരേ. ഇന്റർവ്യൂലോ ചെറിയ അത് ഭർത്തന തെറ്റിപ്പോയില്ലേ, സമാക്കിക്കോ പ്ലീസ്. പഠിക്കാൻ ആഗ്രഹമുണ്ടോ? നല്ല ആഗ്രഹമുണ്ട്, പക്ഷേ പഠിക്കും നിസല്ല. ഏതാ ചാനല്? അതുപോലെ തന്നെ ഇത് കണ്ടില്ലേ, നല്ല രസമല്ലേ കേൾക്കാൻ. ഇനി ഈ മുബാറക് ഭായ് നാട്ടിൽ പോകുന്നുണ്ട്, ഭാര്യൻ്റെ ഡെലിവറി ഒക്കെ ആയിട്ട്. അങ്ങനെ നാട്ടിൽ പോയിട്ട് അവിടെ കുറച്ച് പച്ചക്കറികളും പിന്നെ അവിടുത്തെ മാർക്കറ്റിൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്നുണ്ട്. അവിടെ എങ്ങനെയാണ് എന്താണെന്നൊക്കെ മലയാളത്തിൽ തന്നെയാണ് പറയുന്നത്. അപ്പോൾ അത് കുറച്ച് നമുക്ക് കണ്ടോക്കാം അല്ലേ. ഭാവ് ഇല്ല അല്ലേ? പൈസ കമ്മി. ഇപ്പൊ 15 രൂപ. 15 രൂപ പറഞ്ഞാലേ 15 രൂപ കിലോ. ഒരു കിലോക്ക് 15 രൂപ ഗൈസ്. 15 ജാസ്തി കമ്മി. ഇപ്പൊ മഴ പെയ്തിട്ട് ഭയങ്കര കമ്മിയായി. ഇത്ര അടിപൊളി പയർ. അതെ, ഈ പയറിന്റെ വില എത്ര പറഞ്ഞറിയോ? 10 രൂപ. 10 രൂപ. അവിടെ പോയിട്ട് നോക്കട്ടെ, നോക്കാം. അവിടെ ആക്കിട്ട് റെഡി ആക്കിണ്ട്. നിങ്ങൾ നോക്കിക്കോ, കണ്ടോ എന്ത് ആ സൈഡിൽ റെഡി ആക്കിണ്ട്. അങ്ങനെ കണ്ടോ? അതെ 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 കണ്ടോ? അടിപൊളിയായി. ഇപ്പൊ അടിപൊളിയായിട്ട് ഈ സൈഡിൽ വെച്ച് ഇതിന്റെ വില അത് 20 രൂപ. കിतना ചേച്ചി? कितना? 20 രൂപ ഗൈസ്. 20 രൂപ ഈ ചപ്പാത്തിക്കോ. കണ്ടോ? അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ടോ അതില്. 4 പൂരിക്കോ 20 രൂപ. 4 പൂരിക്കോ 20 രൂപ. കണ്ടോ? എത്ര കമ്മി, ജാസ്തി കമ്മി. അതുകൊണ്ട് ആ കമ്മി ആയിട്ട് പിന്നെ നമ്മളുടെ ഈ ആൾക്കാർ നമ്മളുടെ അവിടെ ഈ മാർക്കറ്റിലെ ആൾക്കാരുണ്ട്. ഇവിടെ കേരളത്തിൽ ജോലി ചെയ്തിട്ട് സമ്പാദിക്കുന്ന ഒരാളാണ്. ഇതിൻ്റെ കൂടെ തന്നെ ബ്ലോഗും നല്ല അടിപൊളിയായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. നല്ല നല്ല രീതിയിൽ നല്ല വൈറലായിട്ടുണ്ട് ആള്. പിന്നെ അങ്ങനെ ആള് നാട്ടിൽ പോകുന്നതാണ്. നാട്ടിൽ പോകുന്ന കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട്. ആ ഒരു വ്ളോഗ് നല്ല രസമുണ്ട്. നീ ഉണ്ടെങ്കിലേ എനിക്കൊരു ധൈര്യം ഉണ്ടാവുള്ളൂ എന്നൊക്കെ ഭാര്യ പറഞ്ഞിട്ടാണ് ആൾ ഇവിടുന്ന് പോകുന്നത്. അങ്ങനെ അവിടെ പോയിട്ട് ഡെലിവറി കഴിഞ്ഞിട്ട് ആ ഒരു ചെറിയൊരു വ്ളോഗ് ഞാൻ ചെറിയൊരു പീസ് അതിൻ്റെ ഒരു ചെറിയ പോർഷൻ ഇടുന്നുണ്ട്. അതൊരു 6 മിനിറ്റ് ഉണ്ട്. അപ്പോൾ അതിന് ഹലോ ഗൈസ്, എല്ലാ ആൾക്കാർക്കും സ്വാഗതം. ഞാൻ നാട്ടിലെത്തിയിട്ട് എൻ്റെ ഭാര്യൻ്റെ ഡെലിവറി കഴിഞ്ഞ് 7 ദിവസമായി. എൻ്റെ കുട്ടി വന്നിട്ട് ജാസ്തി സന്തോഷമുണ്ട്, ജാസ്തി. പിന്നെ ഇന്ന് 7 ദിവസമായി കുട്ടി വന്നിട്ട്. എൻ്റെ കുട്ടി വന്നോ പിന്നെ ഇപ്പൊ നിങ്ങൾക്ക് കാറ്റി കൊടുക്കുക 2 ആടർക്ക വാക്കാണത്. ജാസ്തി, എനിക്ക് ജാസ്തി സന്തോഷമാണ്. അത് ഹിന്ദി വേർഡാണ്. അപ്പോൾ അതിന് കൂടെ നമ്മൾ മലയാളികളും പറയുന്നതല്ലേ കൂടുതൽ എന്നുള്ളതിന് ജാസ്തിന്ന്. അത് എപ്പോഴും പറയുന്നുണ്ട് ജാസ്തി. ഭയങ്കര രസമാണ് ഇവരെ വർത്തമാനം കേൾക്കാൻ കേട്ടോ. എന്നാലും അത് കീപ്പ് ചെയ്തിട്ട് ആ 2 കാര്യങ്ങളും കൊണ്ടടക്കുന്നുണ്ടല്ലോ. ഞാൻ മുബാറക്കിൻ്റെ വീഡിയോ ഞാൻ എപ്പോഴും കാണാറുണ്ട് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ്. ആ അത്ര ഹാർഡ് വർക്കിൻ്റെ ഇടയിൽ കൂടെയും ഈ പിന്നെ വീഡിയോ ഈ ഇതും പിടിച്ചിട്ട് മൊബൈലും പിടിച്ചിട്ട് ട്രൈപ്പോഡും പിടിച്ചിട്ട് വ്ളോഗും ആയിട്ട് ചെയ്യുന്നുണ്ട്. നല്ല നല്ല മെസ്സേജുകളൊക്കെ പാസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല വീഡിയോസുകൾ തന്നെയാണ്, നല്ല കണ്ടന്റ് ഉള്ള വീഡിയോസ് തന്നെയാണ്. മറ്റേ 7 ദിവസമായി. 7 ദിവസത്തിൽ 2 ആട് അറക്കണം അങ്ങനെ പറഞ്ഞോ. കണ്ടോ? ഈ 2 ആട്, ഈ ആടിക്കോ 6000, ഈ ആടിക്കോ 6000, 12,000 2 ആടിക്കോ. നമുക്ക് ആർക്കാ പിന്നെ ശരിയാക്കാം. എൻ്റെ കുട്ടി ആൺകുട്ടി. ഞാൻ ജാസ്തി ഹാപ്പി. എല്ലാ ആൾക്കാരും കമന്റിൽ നമുക്ക് പറഞ്ഞ് അങ്ങോട്ട് വരും മുബാറക്കിന്റെ
ആൺകുട്ടി വരും ഒരു പെൺകുട്ടി ഉണ്ടോ ഇപ്പൊ ഒരു ആൺകുട്ടി വരും അങ്ങനെ പറഞ്ഞു സെറ്റായി നിങ്ങളുടെ വാർത്തന ഞാൻ ജാസ്തി സന്തോഷം ഇപ്പൊ ഈ രണ്ട് ആട് അറക്കിട്ട് ഞാൻ എന്റെ കുട്ടിന്റെ മുടി കളയുക പിന്നെ നിങ്ങളുടെ കാട്ടി കൊടുക്കുക കേട്ടോ. അപ്പൊ ഞാൻ ആ ഭാഗം മാത്രം കട്ടില്ല. രണ്ട് ആട് റെഡി ആക്കിയിട്ട് പിന്നെ വേറെ നമ്മളുടെ കുട്ടിക്ക് നോക്കാം ഹാപ്പി ആവാം. രണ്ട് ഭാഗത്തെ ആട് നമ്മളുടെ അതെ റെഡിയാക്കണം. റെഡിയാക്കിയിട്ട് എല്ലാ ആൾക്കാർക്കും നമ്മളുടെ നാട്ടിലെ എല്ലാ ആൾക്കാർക്കും കൊടുക്കണം. നമ്മളുടെ നാട്ടിന്റെ നിയമം അങ്ങനെ എല്ലാ ആൾക്കാർക്കും കൊടുക്കണം. പിന്നെ നമ്മളുടെ ഫാമിലി ആൾക്കാർക്ക് കൊടുക്കണം. ഇപ്പൊ നിങ്ങളുടെ കട്ടി കൊടുക്കും എന്റെ കുട്ടിക്കോ കേട്ടോ. ഹലോ ഗൈസ്, ഇതാണ് നമ്മളുടെ രാജ. ഞാൻ പറഞ്ഞില്ലേ രാജ അല്ലെങ്കിൽ റാണി വരും. നമ്മളുടെ രാജ വന്നു കണ്ടോ. ഈ രാജാന്റെ പേര് നമ്മളുടെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പറഞ്ഞു കൊടുത്തു. അത് രാജാന്റെ പേര് എന്ത് വെക്കും നിങ്ങൾ പറഞ്ഞു കൊടുക്കും. പിന്നെ ഇൻസ്റ്റാഗ്രാമിലെ സുഹൃത്തുക്കൾ നമുക്ക് പറഞ്ഞു രാജാന്റെ പേര്. ആ പേര് ഞാൻ വെച്ച്. ഈ പേര് ജൈൻ ഷെയ്ഖ് കണ്ടോ. ജാസ്തി ഗ്ലാമർ കണ്ടോ. അടിപൊളി കുട്ടി, അടിപൊളി ജാസ്തി ഗ്ലാമർ കണ്ടോ. ഫുൾ കണ്ടോ, ഫുൾ കട്ടി കൊടുത്തു. ചെറിയ കാൽ കട്ടി കൊടുത്തു. Wow, yes. Hey. കണ്ടോ ഗൈസ്, കണ്ടോ അവിടെ നോക്കിക്കോ. മുഖം ജാസ്തി ഗ്ലാമർ മുഖം, അടിപൊളി ഇന്റെ മാതിരി അല്ലേ. ജാസ്തി ഗ്ലാമർ കണ്ടോ. അടിപൊളി കുട്ടി. ഇപ്പൊ ഈ കുട്ടിന്റെ ഏഴ് ദിവസമായി മുടി കളയിക്കില്ല, മുടി കട്ടാക്കിയില്ല. മുടി കട്ടാക്കണം, ഡോക്ടർ പറഞ്ഞു മുടി കട്ടാക്കണ്ട, അതുകൊണ്ട് മുടി കട്ടാക്കിയില്ല. കുറച്ച് കഴിഞ്ഞിട്ട് മുടി കട്ടാക്കും. പിന്നെ കണ്ടോ ജാസ്തി ഗ്ലാമർ. ഞാൻ ജാസ്തി സന്തോഷം കേട്ടോ. ഞാൻ ഇപ്പോ 2-3 മാസം കഴിഞ്ഞിട്ട് എന്റെ കുട്ടി, എന്റെ ഭാര്യ, എന്റെ ഫാമിലി ഒക്കെ കേരളത്തെ കൊണ്ടുപോകും. ഇപ്പൊ കൊണ്ടുപോകില്ല. ഇപ്പൊ കാരണം ഇപ്പൊ കുട്ടി ചെറുതാ. ഇപ്പൊ കൊണ്ടുപോകാൻ കഴിയില്ല. അത് ഭയങ്കര പ്രശ്നമാവും, പ്രോബ്ലം വരും. നമ്മുടെ നാട്ടിലെ ആൾക്കാർ ശ്രമിക്കൂല. അതുകൊണ്ട് 2-3 മാസം കഴിഞ്ഞിട്ട് കേരളത്തെ കൊണ്ടുപോകും. ഇപ്പൊ കൊണ്ടുപോകാൻ കഴിയില്ല കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ മുബാറക്ക് ഫാമിലിയും കൊണ്ടിട്ടായിരിക്കും ഇനി കേരളത്തേക്ക് വരിക 2-3 മാസം കഴിഞ്ഞാൽ. അപ്പോൾ മുബാറക്ക് ഇപ്പോൾ വരും കാരണം അതിന് ഇനി വീഡിയോയിൽ പറയാൻ കാരണം. അപ്പോൾ അവർ വൈഫിനും ഫാമിലിനൊക്കെ ഇനി 2-3 മാസം കഴിഞ്ഞിട്ട് കൊണ്ടുവരും. അപ്പോൾ ഇനിയിപ്പോൾ മുബാറക്കും ഫാമിലിയും കൂടെ ആയിട്ടായിരിക്കും വീഡിയോസൊക്കെ ഉണ്ടാവുക. എന്തായാലും മുബാറക്കിന് വളരെയധികം സന്തോഷമാണ്. ജാസ്തി സന്തോഷം നൽകട്ടെ. ഒരു നല്ല ഒരു എന്താ പറയുക ആരോഗ്യത്തോടും ആയുസ്സോടും ആഫിയത്തോടുമുള്ള ഈ പൈതൽ വളർന്നു വരട്ടെ. പിന്നെ കുടുംബത്തിൽ അവർക്ക് സന്തോഷം ഉണ്ടാവട്ടെ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ കമൻറ്റുകൾ എന്തായാലും അറിയിക്കട്ടോ. അപ്പം വേറൊരു വീഡിയോസുമായി ഞാൻ വരാം. അതുവരെയൊക്കെ എല്ലാവർക്കും അസ്സലാമലൈക്കും. എല്ലാ സ്ഥലത്തെ ആൾക്കാരുണ്ട്. മോണിപ്പൂരുണ്ട് അവിടെ കേരളത്തിൽ. എല്ലാ രാജ്യ സംസ്ഥാനത്തിന്റെ ആൾക്കാർ കേരളത്തിലുണ്ട്. കേരള ഈ നമ്മളുടെ പുറത്തെ നമ്മളുടെ നാട്ടിന്റെ ആൾക്കാരിന്റെ ഒക്കെ ദുബായ് മാതിരി. അതെ കേരള. അതെ നിങ്ങൾക്ക് അവിടെ നിന്ന് ഇവിടെ വരുമ്പോഴത്തേക്ക് ദുബായ് പോയാൽ അങ്ങനെ പോലെ.